സ്വാഗതം. കടയ്ക്കൽ മഹാശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 4-ാം തീയതി ആരംഭിക്കുന്ന നവമി ആഘോഷം 13-ാം തീയതി സമാപിക്കും. നിരവധി ക്ഷേത്രങ്ങളിൽ നവരാത്രി ഉത്സവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ അദ്ദേഹം നമ്മുടെ ഉത്സവ പരിപാടികളെ കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശമൊക്കെ തന്നു. ഇന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമാണ് നവരാത്രി. സ്ത്രൈണവ ശക്തിയുടെ പ്രതീകം, തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയം. വിദ്യാരംഭവും സംഗീതവും നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, അതോടൊപ്പം തന്നെ ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. നമ്മുടെ ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ കൂടുതലും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത്. കടയ്ക്കൽ ദേവീ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ആഘോഷങ്ങൾ കടയ്ക്കൽ ഗ്രാമത്തിന്റെ ക്ഷേത്രേതര കലാരൂപങ്ങളുടെ ഒരു ഉത്സവ കാലമാണ്. ഉത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റം ഉൾപ്പെടെ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ്. അവരെല്ലാം എന്തായാലും വളരെ നേരത്തെ റെഡിയായി എത്തിയിട്ടുണ്ട്. 8 മണിക്ക് തന്നെ അത് ആരംഭിക്കണം എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ എവിടെയും സാന്നിധ്യത്തിൽ ഇന്ന് 22ാമത് നവരാത്രി മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈർഘ്യം അത്രയും ദൂരത്തിൽ വൈദ്യുത ദീപാലങ്കാരം നടത്തി വലിയ മഹാസമ്മേളനമാക്കി വലിയ ഉത്സവമാക്കി മാറ്റുന്ന ചടങ്ങാണ് കർണാടകയിൽ നടക്കുന്നത്. തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും തീവ്രവും അന്ധവും അർത്ഥരഹിതമായ വിശ്വാസങ്ങളിൽ അവർ അടിമപ്പെടുകയും അവരുടെ മാനസിക നില തന്നെ തകരാറിലായി സ്വന്തം സഹോദരങ്ങളെയും അയൽക്കാരെയും അല്ലെങ്കിൽ അന്യരാജ്യത്തുള്ള നിരപരാധികളെയും നിഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇന്ന് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ ആഘോഷ പരിപാടികളിലും നമ്മുടെ നവരാത്രി ആഘോഷ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല അതിനു മുൻപ് മറ്റ് പല ഗ്രൂപ്പുകളിലും ജോലി ചെയ്തിരുന്ന അവസരങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെയും അതുപോലെ എപ്രകാരമാണ് സ്ത്രീകളെ നമ്മൾ ഭാരതത്തിൽ നമ്മൾ ബഹുമാനിച്ചിരുന്നത് എന്നുള്ളതിന്റെ എല്ലാം ഉത്തമമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുവാനുള്ള ഒരാഘോഷമാണ് നവരാത്രി ആഘോഷം. ഇപ്പോഴും നമ്മുടെ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ അദ്ദേഹം നമ്മുടെ ഉത്സവ പരിപാടികളെ കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശമൊക്കെ തന്നു. ഈ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള കലാരൂപങ്ങൾ, അതിനു പുറമെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കൊച്ചു കലാകാരികളുടെ അരങ്ങേറ്റം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള വേദിയായി ഈ നവരാത്രി ആഘോഷം മാറുകയാണ്. ദൈർഘ്യം അത്രയും ദൂരത്തിൽ വൈദ്യുത ദീപാലങ്കാരം നടത്തി വലിയ മഹാസമ്മേളനമാക്കി വലിയ ഉത്സവമാക്കി മാറ്റുന്ന ചടങ്ങാണ്. വൈകുന്നേര സമയങ്ങളിൽ, സായാഹ്ന സമയങ്ങളിൽ വളരെ മനോഹരമായി അവിടെ വന്നിരുന്ന് വിശ്രമിക്കുവാൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൃത്യമായി വരുന്ന നവരാത്രി മഹോത്സവ സമയത്ത് ഇവിടെ ഒരു ആഡിറ്റോറിയം ഉൾപ്പെടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഒരിക്കൽ കൂടി കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള ആശംസ നടക്കുന്നത്. തീർച്ചയായും ഒരു കൊട്ടാര സദൃശ്യമായ നെടുമ്പന്തൽ നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മളാൽ കഴിയും വിധം ഈ പൗരാവലിയുടെ മുഴുവൻ പേരുടെയും പ്രോത്സാഹനം കൊണ്ട് തന്നെ വളരെ ഭക്തിസാന്ദ്രമായ കഥകളിയും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ ശങ്കരൻ നമ്പൂതിരി അവരുടെ കച്ചേരി അടക്കം ക്രമീകരിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ ഈ നവരാത്രി രാവിലെ സംബന്ധിച്ച് നേരത്തെ ഉദ്ഘാടകയും മറ്റ് പ്രസംഗത്തിൽ എല്ലാവരും പരാമർശിച്ചതുപോലെ ഭാരതത്തിലാകമാനം നടക്കുന്ന വളരെ വൈവിധ്യമാർന്ന വിശിഷ്ടമായ ഒരു ഉത്സവമാണ് നവരാത്രി.